ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് കേട്ട് അപ്പം കത്തണം. അവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. 50% പോർഷൻസ് നിങ്ങൾ പഠിച്ചു കഴിയണം. അപ്പോൾ ആ കുട്ടി 2 സെക്കൻഡ് ഈ ഉത്തരം കുത്തൂലേ? കുത്തും. ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് DNA ലേണിംഗ്. നമ്മുടെ 10 എന്ന് പറഞ്ഞ സീരീസിലെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള പാഠത്തിൽ നല്ലൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് അറിയാം. ഈ പാഠം ജനറലി നമുക്ക് എന്തൊക്കെയുണ്ട് മക്കളെ? വെക്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ഒരു ഭാഗത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മക്കളെ? സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് പഠിക്കണം. പിന്നെ കുറച്ച് റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അതിന് സ്പെഷ്യലായിട്ട് കുറച്ച് വീഡിയോസ് സ്പെഷ്യൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മക്കളെ? എങ്ങനെ നമ്മൾ അംബ്രല്ല ചൂടണം, ഏത് ദിശയിലോട്ട് അംബ്രല്ല ചൂടണം, എത്ര വെലോസിറ്റിയിലായിരിക്കും റെയിൻ ഉണ്ടാവുക, പിന്നെ എന്താണ് റിവർ ക്രോസിംഗ് പ്രോബ്ലം, അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ എന്താ പറയുക ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പിന്നീട് വേറൊരു സീരീസിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ഒരു 10 ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും നിങ്ങൾ ഈ സമയം നഷ്ടമായി എൻ്റെ മക്കൾക്ക് തോന്നില്ല. അപ്പോൾ ദയവ് ചെയ്തിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനോട് നേരെ ചാപ്റ്ററോട് പോകുന്നതിന് വിപരീതമായിട്ട് കുറച്ചൊരു നാട്ടുവർത്താനം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എൻ്റെ എല്ലാ ക്ലാസ്സും എന്താ പറയുക നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. നമുക്ക് ഭാവിയിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എക്സാം വരുന്നത് മെയ് 5 ഒക്കെയാണ് പറയുന്നത്. മെയ് എന്നുള്ള മാസത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എത്ര ഉണ്ട്? 160 ക്ലോസ് ഡേയ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളെ റിപ്പീറ്റിംഗ് ജേർണി അല്ലെങ്കിൽ നീറ്റിന് വേണ്ടി നിങ്ങൾ ഈ കൊല്ലം തുടങ്ങിയതാണെങ്കിൽ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ജേർണി നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 50% ഓഫ് ദി ജേർണി കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ യു ആർ എക്സ്പെക്റ്റഡ്. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? 50% പോർഷൻസ് നിങ്ങൾ പഠിച്ചു കഴിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണിയിൽ 50% ദൂരം നിങ്ങൾ താണ്ടിയിരിക്കണം എന്നൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മക്കൾ സ്വാഭാവികമായിട്ടൊരു 90-99% മക്കളും എത്ര പഠിച്ചിട്ടുണ്ടല്ലോ? ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി 20% പഠിച്ചിട്ടുണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു മനസ്സിലുണ്ടാവും, അയ്യോ ഈ സമയം കൊണ്ട് ഞാൻ ഇത്രയും പഠിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഇത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് കിട്ടൂലേ, ഞാൻ എന്തോരം പഠിക്കേണ്ട. ആ കുട്ടി അശ്വതി എന്ന് പറഞ്ഞ കുട്ടി അത്ര പഠിച്ചു, അവൾ ഇത്ര പഠിച്ചു, അവൻ ഇത്ര പഠിച്ചു, ഞാൻ അതുപോലും പഠിച്ചു, എനിക്ക് ആ പാഠം കവർ. അങ്ങനെ കുറേ നിങ്ങളുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് മക്കളെ? നിങ്ങളെ ജേണിയിലെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങളുടെ മുമ്പുള്ള ചാലഞ്ചസ് ആണെന്ന് മനസ്സിലാക്കുക. മറിച്ച് ഈ ചാലഞ്ച് വലിയെന്തോ ഭീമമായിട്ടുള്ള സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കരുത്. ദയവ് ചെയ്ത് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. ഞാൻ സ്ഥിരമായിട്ട് ഇതോടെ നിർത്തണ ക്ലാസ്സിലോട്ട് പോവാണ്. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ കുട്ടിയോട് പറയുന്നുണ്ട്, ഒരു നീറ്റ് കുട്ടി പ്രതീക്ഷിക്കുന്നത് എന്താ അറിയോ? നീറ്റ് കുട്ടി പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രോഗ്രസ് വേഴ്സസ് ടൈം ഗ്രാഫ്. എന്താ മക്കളെ? P വേഴ്സസ് T ഗ്രാഫ്. പ്രോഗ്രസ് വേഴ്സസ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്നാണ് കുട്ടികൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. മക്കളെ ഇങ്ങനെയല്ല ഒരു നീറ്റ് കുട്ടിയെ സംബന്ധിച്ചുള്ള ജേണി വരുന്നത്. ഒരു നീറ്റ് കുട്ടിയെ സംബന്ധിച്ചുള്ള ജേണി എങ്ങനെ വരുന്ന നോക്കിക്കോ. ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ജേണി സംഭവിക്കുന്നത് അല്ലേ? നിങ്ങൾ ഈ കൊല്ലം പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അത്ര മണിക്കൂർ പഠിക്കും, അങ്ങനെ പഠിക്കും, ഇങ്ങനെ പഠിക്കും, അങ്ങനെ എന്തായാലും കവർ ചെയ്യാൻ പറ്റും, അങ്ങനെ നല്ല ശുഭാപ്തി വിശ്വാസം, നല്ല കോൺഫിഡൻസോടെ ഒരു എന്താ പറയുക, ഒരു അത്ര ആത്മവിശ്വാസം എൻ്റെ മക്കൾ ഈ ഒരു ലെവലിൽ വരുന്നു. എന്താ സംഭവിക്കുക? ആദ്യത്തെ 1-2 പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് വിചാരിച്ച പോലെയല്ല, എനിക്ക് വിചാരിച്ച പോലെ പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്കിത് കിട്ടുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡിപ്പിൽ വീഴുന്നു. പക്ഷേ എന്നാലും നിങ്ങൾ വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നു, ഇന്ന ആൾക്കാരെ പറ്റി ആലോചിക്കുന്നു, കുറേ X and Y നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബക്കാർ നിങ്ങളെ പറ്റി ഇങ്ങനെ കുണുകുണാ പറയുന്നതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ പകരം വീട്ടിൻ്റെ മക്കൾ ആലോചിക്കുന്നു. കഷ്ടപ്പെട്ട് ഇരുന്ന് കയറി കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്നു. അപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്ന സെൻറ്ററിൽ എന്തിനാണ് ഒരു എക്സാം നടക്കുന്നത്. എക്സാമിൻ്റെ മക്കൾക്ക് മാർക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എത്രയോ ലാസ്റ്റ് റാങ്ക് ആണ്, ഇല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് അവസാനത്തെ പട്ടിക എൻ്റെ മക്കൾ വരുന്നത്. എൻ്റെ മക്കൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിപ്പ് പോകുന്നു. അപ്പോൾ ബുദ്ധി പറയുന്നു, മോനെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ പണിക്ക് നിൽക്കേണ്ട, വേറെ എന്തൊക്കെ പണിക്ക് നമുക്ക് പോകാമായിരുന്നു, ആ കോഴ്സിന് പോകാമായിരുന്നു, ഈ കോഴ്സിന് പോകാൻ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, വെറുതെ നില്ല ബ്ലാ 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 പറഞ്ഞ് കുറ്റബോധത്തിലിരിക്കുന്നു. ഒട്ടുമിക്ക നീറ്റ് ആസ്പിറൻസും ഈ സ്റ്റേജിൽ സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യും, പക്ഷെ മനസ്സവിടെ ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ അതിൽ വീഴാതെ പിന്നെയും കഷ്ടപ്പെട്ട് പഠിക്കണം. പിന്നെ നിങ്ങൾ എത്തുന്നു, പിന്നെയും എക്സാമും കുറേ ഡിലമാസ്, പിന്നെയും ഡിപ്പ് പോകുന്നു. അങ്ങനെ കയറിയാണ് നിങ്ങൾ എങ്ങോട്ട് പോകുന്ന മക്കളെ? നീറ്റ് അഥവാ
കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഥവാ എയിംസ് ഡൽഹി അഥവാ അങ്ങനെ നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിലോട്ട് എത്തുന്നത്. സോ നിങ്ങളിത് എക്സ്പെക്റ്റ് ചെയ്യണം. എന്ത് എക്സ്പെക്ട് ചെയ്യണം? ഒരു കുഴി മുമ്പിൽ ഉണ്ടാവും, നിൻ്റെ മക്കളെ എക്സ്പെക്ട് ചെയ്യണം. നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ടോപ്പ് പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു കൺസെപ്റ്റായി നിൽക്കുകയാണ്, നിങ്ങൾ വിചാരിക്കണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നല്ലോണം പഠിച്ചത്. നിങ്ങൾ നിസ്സംശയം പ്രതീക്ഷിക്കണം എന്ത്, നാളെ ഒരു വീഴ്ച വരാനുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ വീഴ്ചക്കപ്പുറം അവിടെ നിങ്ങൾ പണിയെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മുകളിലോട്ട് കയറണം. നിൻ്റെ മക്കളെ നോക്കിക്കേ, ഈ ഓരോ വീഴ്ചയും നോക്കിക്കേ, ഈ ഓരോ വീഴ്ച മുമ്പത്തെ നിങ്ങൾ വിചാരിച്ച പോയിന്റിനെക്കാട്ടി ഹയർ പോയിന്റാണ്. നോക്കിക്കേ ഈ വീഴ്ച നോക്കിക്കേ, ഇതിനെക്കാട്ടി ഹയർ. അങ്ങനെ ഓരോ വീഴ്ചയും നിങ്ങൾ മുമ്പത്തെ ഹയർ പോയിന്റിനെക്കാട്ടി ഹൈ ആയിട്ടുള്ള പോയിന്റാണ് ഗ്രാഫ് വരുന്നത്. വരച്ചിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഒരു വീഴ്ചയും പെർമനൻ്റ് അല്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് മുന്നേറുക. നിസ്സംശയം നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ലൊരു കോളേജ് സീറ്റ് കിട്ടും. സോ വളരെ ശക്തമായിട്ടും സ്ട്രാറ്റജിക്കായിട്ടും തളരാതെയും നിങ്ങൾ ഇന്നർ വോയിസ് എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നും മൈൻഡാക്കാതെ ശക്തമായിട്ട് പഠിക്കുക. അതിന് എന്തൊക്കെ വിധത്തിൽ സഹായം DNA ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ എല്ലാ രൂപത്തിലും നമ്മൾ ഉണ്ടാവുന്നതായിരിക്കും. ഇനിയും ഒരുപാട് സെഷൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻ സെഷൻസ്, ഒരുപാട് ടെക്നിക്കുമായ സെഷൻസ്, ഒരുപാട് ടോപ്പിക്കിലൊക്കെ കൺഫ്യൂഷൻ ടോപ്പിക്കൽ ലെക്ചേഴ്സ്, അങ്ങനെ ഒരുപാട് കണ്ടൻസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് യു പീപ്പിൾ ഡോണ്ട് മിസ് എനി വേർഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓർ ക്വസ്റ്റ്യൻസ്. സോ മൂവിങ് ഓൺ ടു ദി ചാപ്റ്റർ. നമ്മൾ പോവുകയാണ് മക്കളെ. ഇനി ഒരുപാട് കാര്യം നമുക്ക് പറഞ്ഞു തരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാൻ വഴിയെ നമുക്ക് പറയാം. സോ വലിച്ചു നീട്ടിയെങ്കിൽ സോറി. മൂവിങ് ഡയറക്ട്ലി ദ ക്വസ്റ്റ്യൻ. 6 vectors have the magnitudes and direction indicated in the figure. Which of the following statements is true? ഓക്കെ, വളരെ ക്ലീഷേ ക്വസ്റ്റ്യൻ. ഓക്കെ, 6 ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു B + C = F. B എന്ന് പറഞ്ഞാൽ അടിയിലോട്ട്, C എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. മക്കളെ നമുക്ക് വെക്ടേഴ്സിനൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ വരയ്ക്കാം. അപ്പോൾ B എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ഓക്കെ, C എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. B + C എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇങ്ങോട്ടൊരു വെക്ടർ ആയിരിക്കും അല്ലെ? റിസൾട്ടൻ്റ് വെക്ടർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഓപ്ഷൻ B + C = -F. F എങ്ങനെയാണുള്ളത്? F ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ -F, ഓപ്പോസിറ്റ് അല്ലേ? -F അല്ലേ? അത് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ശരിയാണ്, വളരെ സിമ്പിൾ അല്ലേ? B ഇങ്ങോട്ട് വരച്ചു, C ഇങ്ങോട്ട് വരച്ചു, അപ്പോൾ റിസൾട്ടിന് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ F എന്ന് പറഞ്ഞ വെക്ടർ മുകളിലോട്ടാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഓപ്പോസിറ്റായിട്ട് മക്കൾ ഈ സാധനം വരുന്നത്. അപ്പോൾ B + C = -F. ഓക്കെ, എല്ലാത്തിനും സെയിം മാഗ്നിറ്റ്യൂഡ് ആട്ടോ. മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം മാഗ്നിറ്റ്യൂഡ്, ലെങ്ത് ഒക്കെ സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യില്ല, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡ് നമുക്ക് അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഇനി ഓപ്ഷൻ B D + C = F. D + C = F ആണോ? ഡിയും സിയും F = F ആണോ? അല്ലല്ലോ, ഇങ്ങനെയല്ല, സെയിം ഇതേപോലെ തന്നെ വരിക. അടുത്തത് D + E = F. D + E എങ്ങനെ F ആവുന്നത്? D ഇങ്ങനെ, E ഇങ്ങനെ, D ഇങ്ങനെ, E ഇങ്ങനെ, ഇങ്ങനെയല്ല വെക്ടർ വരേണ്ടത്. അത് F പോലെയാണോ? അല്ല. B + E = F അല്ലല്ലോ. B + B ഏതാ? B ഇങ്ങനെ, B ഇങ്ങനെ, E ഇങ്ങനെ, ഇങ്ങനെയല്ല അതിൻ്റെ റിസൾട്ടിന് വരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ F ഇങ്ങനെയല്ല കിടക്കുന്നത്. സംഭവം മനസ്സിലായില്ലേ? സോ ദ ഓൺലി റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. പെർഫെക്റ്റ് ഓക്കെ അല്ലേ മക്കളെ? വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കി ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. സിമ്പിൾ സാധനം. ഓക്കെ, ഇനി അടുത്ത സാധനം എന്താണ്? ഇഫ് എ വെക്ടർ 2i + 3j + 8k is perpendicular to the vector 4j - 4i + αk, then the value of alpha is എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വാല്യൂ ഓഫ് ആൽഫ ഈസ്. മക്കൾ ഒന്നുമില്ല, 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്ന് കേട്ട് അപ്പം കത്തണം. അവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. A.B ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? 0. നമുക്കറിയാം A.B ഫുൾ ഫോം എന്താ? AB cos θ, പെർപെൻഡിക്കുലർ AB cos 90. cos 90 എന്താ? 0. അതാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഒന്നുമില്ല, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. A എന്ന് പറഞ്ഞാൽ വെക്ടർ എന്തൊക്കെയാണ് മക്കളെ? 2i + 3j + 8k അല്ലേ? ഇനി B വെക്ടർ എന്താ മക്കളെ? 4j - 4i + αk. എങ്ങനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് തന്നെ ചെയ്യുന്നത്? എങ്ങനെയാണ്? എൻ്റെ ചെയ്യാൻ അറിയാത്ത മക്കളുടെ ഒന്നുമില്ല, അതിൻ്റെ കുടുംബം മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2 × 4 8 എഴുതുക. അതേ 8 എന്ന് മാത്രം എഴുതുക, I J ഒന്നും എഴുതണ്ട, കാരണം I.I is 1. ഇനി ജെയിൻ്റെ കുടുംബം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ജെയിൻ്റെ കുടുംബം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 3 × -4 എന്ന് വെച്ചാൽ എത്രയാ? -12. ഇനി അടുത്ത് കെൻ്റെ കുടുംബം മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 12 ആൽഫയാണ് +8 ആൽഫ. ഇത് എന്തിനോട് ഈക്വൽ ആവണം? 0നോട് ഈക്വൽ ആവണം. അത്രയേ ഉള്ളൂ പരിപാടി. മാത്തമാറ്റിക്സ് ചെയ്യുക. -4 + 8 ആൽഫ = 0. -4 = -8 ആൽഫ. ആൽഫ = എത്ര മക്കളെ? 1/2. സോ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ ബി. ഒരു റോക്കറ്റ് സയൻസും ഇല്ലല്ലോ മക്കളെ, സിമ്പിൾ പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, ഇനി വെറുതെ പറയാണ്, ഇതേപോലെ എങ്ങനെയും ചോദിക്കാം. A എന്നുള്ള വെക്ടർ B എന്നുള്ള വെക്ടറിനോട് പാരലൽ ആണെങ്കിൽ വാട്ട് ഈസ് ആൽഫ എന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ പാരലൽ എന്ന് കേട്ടാൽ എൻ്റെ മക്കൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? A × B = 0. അപ്പോൾ നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് വേണം ഈ സാധനത്തിന് സോൾവ് ചെയ്യാൻ. പെർഫെക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വളരെ സിമ്പിൾ. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
A bullet is fired from a gun at a speed of 280 meters per second in the direction of 30° above the horizontal. The maximum height attained is. മക്കളെ എന്ത് ക്ലീഷേ ക്വസ്റ്റ്യൻ. H is equal to എന്താ മക്കളെ? ഇതൊക്കെ റിവിഷൻ സെഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ H is equal to എന്താ? U square sin square theta divided by 2G. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. U തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, G നമുക്കറിയാം. വെറുതെ സപ്ലൈ കണ്ണും കൂടി സപ്ലൈ ചെയ്ത് G 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. U square എന്ന് പറഞ്ഞാൽ എത്രയാ? 280 × 280. വെറുതെ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം വെട്ടാനുള്ള സാധനം ഉണ്ടാവും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ sin 30. sin 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അപ്പം 1/4. അപ്പം ഇൻറ്റു 1/4. ഓക്കെ, ഐഡിയൽ എന്തുണ്ട്? 2G. 2 × 9.8. പെർഫെക്റ്റ്. ഓൾ റൈറ്റ് അല്ലേ? മാത്തമാറ്റിക്സ് ചെയ്യാം. ചെയ്തോ? 70 ടൈംസ്. എന്ത് പ്രശ്നം ഉണ്ടാ? ഒരു പ്രശ്നം പാടില്ല. വെട്ടി 140 ടൈംസ്. ഓക്കെ അല്ലേ? 7 × 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 98 ആണ്. സോ 98,000 ഡിവൈഡഡ് ബൈ എത്ര മക്കളെ? 9.8. എത്ര തവണ വെട്ടാം? 1000 തവണ വെട്ടാം. സോ യുവർ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ ബി, 1000 meters. വെറുതെ ഇക്വേഷൻ ഇട്ടു സബ്സ്റ്റിറ്റ്യൂട്ട്. മക്കളെ ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ മക്കളെ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? മക്കളെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി നേരെ പോയി PYQ ചെയ്യരുത്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ, വേറെ ഗൈഡിൽ നിന്നോ എങ്ങനെയൊക്കെ സോഴ്സ് ഉണ്ടാവും എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് ചെയ്യണം, ചെയ്യരുതെന്നല്ല, എന്തായാലും ചെയ്യണം. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും എത്ര സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എത്ര വളരെ എളുപ്പമായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ആ PYQ എന്ത് ചെയ്യുക? അവസാനം ചെയ്യാം. ഓക്കെ, ആ പാഠത്തിന് അവസാനം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മിസൈൽ ഈസ് ഫയർഡ് ഫ്രം for maximum range with an initial velocity of 20 meters per second. If G is equal to 10 meters per second square, the range of the missile is. നമുക്ക് range max ഇതിന് ഇക്വേഷൻ, റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? U square sin 2 theta divided by G. മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ തീറ്റൻ്റെ വാല്യൂ എത്രയാ? 45. അപ്പോൾ sin 245 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 × 45 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? sin 90. അപ്പോൾ റേഞ്ച് മാക്സിമത്തിൻ്റെ ഇക്വേഷൻ എന്താ? U square by G എന്നാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. U square എന്ന് പറഞ്ഞാൽ എത്രയാ? 400. G എന്ന് പറഞ്ഞാൽ എത്രയാ? 10. വെട്ടി ഒരു ആൻസേഴ്സ് വാട്ട്? 40 meter. പെർഫെക്റ്റ്. ഓൾ റൈറ്റ് അല്ലേ? യാതൊരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. എ ബോഡി ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 30 meters per second മൂവിങ് ടുവേർഡ്സ് ഈസ്റ്റ്. ശ്രദ്ധിക്കണേ, നല്ലൊരു ക്വസ്റ്റ്യൻ. After 10 seconds, its velocity becomes 40 meters per second towards north. The average acceleration of the body is. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ആക്സലേഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? വെലോസിറ്റി ബൈ ടൈം അല്ലേ? അതല്ല പഠിച്ചത്. വെലോസിറ്റി ബൈ ടൈം എന്നല്ല പഠിച്ച് മണ്ട പോലും എല്ലാത്തിൻ്റെ. എല്ലാവരും തെറ്റായിട്ട് പഠിക്കുക, ശ്രദ്ധിക്കണം. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഉൾട്ടാവും. ഇങ്ങനെ ചെയ്യരുത്. എന്താണ് ആക്സലേഷൻ്റെ ശരിക്കും 916 ഇക്വേഷൻ? എന്താ? വെലോസിറ്റി ബൈ ടൈം ആണോ? അല്ല, DV എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി. മക്കളെ ഫിസിക്സിൽ ചേഞ്ച് ഇൻ എനി എൻറ്റിറ്റി, വെലോസിറ്റി ആയിക്കോട്ടെ, മൊമെൻറ്റം ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, ഇറ്റ്സ് ഓൾവേസ് വാട്ട്? അതിൻ്റെ ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. ഓക്കെ അല്ലേ? ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്താ? 40. ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 30. അപ്പോൾ ഒരു കുട്ടി ചെയ്യാണ് ആക്സലറേഷൻ ഇസ് ഇക്വൽ ടു 40 - 30. അതിനടുത്ത ടൈം എത്രയാണ്? 10. ദാറ്റ് ഈസ് ഇക്വൽ ടു 10/10. ദാറ്റ് ഈസ് ഇക്വൽ ടു 1 meter per second square. ഉത്തരം ഓപ്ഷൻ എ അല്ലേ? മണ്ട പൊളിയും. തെറ്റ്. വൈ മക്കളെ? 40 - 30 എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. വൈ? ബിക്കോസ് 40 ഏതിലാണ് കിടക്കുന്നത്? നോർത്ത് എന്ന് പറയുന്ന ഒരു ആക്സിസിലാണ് കിടക്കുന്നത്. 30 എവിടെയാണ് കിടക്കുന്നത്? ഈസ്റ്റ് എന്ന് പറയുന്ന ആക്സിസിലാണ് കിടക്കുന്നത്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? 30 ഇങ്ങനെ കിടക്കുന്നത്, 40 ഇങ്ങനെ കിടക്കുന്നത്. രണ്ടും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടറാണ്. അപ്പോൾ വെക്ടർ സബ്ട്രാക്ഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലേ? 40 × 30 ഉണ്ട്. ഇവിടെ സബ്ട്രാക്ഷനാണ് നമുക്ക് വേണ്ടത്. എന്ത് സബ്ട്രാക്ട്? ഇക്വേഷൻ എന്താ? √40² + 30² - 240 × 30 കോസ് എത്രയാ? 90. ഈ ടേം പോയി എന്ന് പറഞ്ഞാൽ എത്രയാ? √40² + √30² എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 50 അല്ലേ? നമുക്ക് സബ്ട്രാക്ഷൻ ആണെങ്കിൽ 90 ഡിഗ്രി നമ്മൾ 90 അല്ലേ? ഈസ്റ്റും നോർത്തും നമ്മൾ ആംഗിൾ 90 അല്ലേ? ഓക്കെ, അപ്പോൾ cos 90 0 ടേം പോയില്ല. അപ്പോൾ √40² + √30². അതാണ് നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂമറേറ്ററിൽ എത്ര അല്ല വരിക? 10 എന്നല്ലേ വരിക? മറിച്ച് എത്ര വരിക? 50 ആണ് വരിക. വെട്ടി. എൻ്റെ മക്കളെ ആൻസർ എത്രയാ? 1 അല്ല, 5 meters per second square ആണ്. പറഞ്ഞ പോയിന്റ് പെർഫെക്റ്റ്. ഓക്കെ ആണോ? ഓക്കെ, ഇത് വെക്ടറാണ്. ഓക്കെ, വെക്ടർ സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ആൻസേഴ്സ് വാട്ട്? 5 meters per second square. കട ശ്രദ്ധിക്കാതെ തെറ്റുന്ന വഴി മനസ്സിലായോ? ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനും
The speed of a projectile at its maximum height is half of its initial speed. The angle of projection is. മക്കളെ ഇതൊക്കെ വളരെ ബേസിക് കൺസെപ്റ്റ് മക്കൾക്ക് അറിയാമെന്ന് നോക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്താ മക്കളെ, മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി ഒരു വി ആണെങ്കിൽ ആ വി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഹാഫ് ആണെന്നാണ് പറയുന്നത്. വി at max height is equal to what, u/2 എന്നാണ് പറയുന്നത്. u ഇനീഷ്യൽ വെലോസിറ്റി 2 ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം മാക്സിമം ഹൈറ്റിൽ ഏത് വെലോസിറ്റി മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി u cos θ എന്ന കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് മക്കളെ, എന്തുകൊണ്ട്? നമ്മുടെ എക്സ് ആക്സിസ് നിങ്ങൾക്ക് അറിയുന്നതാണ്, വെറുതെ ഓർമ്മപ്പെടുത്തുകയാണ്. എക്സ് ആക്സിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ത് കമ്പോണൻ്റ് ആണ്, u cos θ ആണ്. എ ആക്സിലറേഷൻ എന്തില്ല, 0 ആണ്. എ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ വെലോസിറ്റിയിൽ ചേഞ്ച് വരില്ല. അപ്പോൾ u cos θ എന്ന് പറയുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ഒരേ ഒരു വെലോസിറ്റി. വൈ ആക്സിൽ വെലോസിറ്റി കംപ്ലീറ്റ്ലി ക്യാൻസൽ ഓഫ് ആയി പോയിട്ടുണ്ടാകും. കാരണം വൈ അത് മാക്സിമം ഹൈറ്റിലാണുള്ളത്. ഇനിയും അതിന് പോകാൻ പറ്റുമായിരുന്നു, ഇനിയും പോകുമായിരുന്നു. ഇനിയും വെലോസിറ്റി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, വൈ ആക്സിസ് വെലോസിറ്റി ഉണ്ടാവുമായിരുന്നെങ്കിൽ അത് ഇനി കുറച്ചുകൂടി അല്പം മുകളിലോട്ട് പോകുമായിരുന്നു. അങ്ങനെ അതിനെക്കൊണ്ട് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റിലുള്ളത്. ഇനി പോകാൻ പറ്റില്ല, കാരണം അതിനെന്തില്ല, ആ വൈ ആക്സിൽ വെലോസിറ്റി ഇല്ല. അപ്പോൾ എന്ത് ആക്സിൽ മാത്രമേ വെലോസിറ്റി ഉള്ളൂ, എക്സ് ആക്സിൽ മാത്രമേ വെലോസിറ്റി ഉള്ളൂ. നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കിയെന്നുള്ളൂ. അപ്പോൾ u cos θ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുന്നു. u cos θ ഈസ് ഈക്വൽ ടു എന്താ, u/2. വെട്ടി cos θ ഈസ് ഈക്വൽ ടു എന്താ, 1/2. അപ്പോൾ തീറ്റ എത്ര മക്കളെ, തീറ്റ എപ്പോഴാണ്, 60 ഡിഗ്രി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ, പെർഫെക്റ്റ് ഓൾ റൈറ്റ്. മക്കളെ ഇതിലൊക്കെ ഈ പാഠത്തിലൊക്കെ വരുന്ന ഒരു ലെവൽ 2 ലെവൽ 3 ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. എന്താ പറയുക, നിങ്ങളെ കൺസെപ്റ്റ് അത്രയും സ്ട്രോങ് ആക്കുന്ന എന്ത് വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു സീരീസായിട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. മക്കളെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ മോഷൻ പ്ലെയിനൊക്കെ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ അല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ആ കൺസെപ്റ്റൊക്കെ ഒന്നും പൊടി തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളെ കൺസെപ്റ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ, ദൃഢമാക്കാൻ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ, എന്താ ലെവൽ 2 ലെവൽ 3 ക്വസ്റ്റ്യനൊക്കെ വെച്ച് മൾട്ടിപ്പിൾ വഴി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ച് വേറെ സീരീസ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ a is equal to 50 meter per second square represents the total acceleration of a particle moving in the clockwise direction in a circle of radius r is equal to 2.5 meter at a given instant of time. The speed of the particle is. മക്കളെ നോക്കിക്കേ, ആക്സലറേഷൻ എങ്ങോട്ടാണ് കാണിച്ചിട്ടുള്ളത്, ഇങ്ങനെ എ എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ ആംഗിൾ എത്രയെന്ന് തന്നിട്ടുള്ളത് 30 ഡിഗ്രി. മക്കളെ ഞാൻ ഒന്ന് വൃത്തിക്ക് വരച്ചു തരികയാണ്. ഓക്കെ, ഇവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്. അത് വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് വെക്ടർ അത് എത്ര ഡിഗ്രിയാണ് ഉള്ളത്, 30 ഡിഗ്രിയിലാണ്. ഈ നെറ്റ് എ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ, 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. മക്കളെ നമുക്കറിയാം എന്താ നെറ്റ് ആക്സലറേഷൻ. എന്താ പറയുക, റിസോൾവ് ചെയ്യാൻ 2 കമ്പോണൻ്റ് ഉണ്ടാവും. ഒരു കമ്പോണൻ്റ് ഇങ്ങനെ ഉണ്ടാവും, ഒരു കമ്പോണൻ്റ് ഇങ്ങനെ ഉണ്ടാവും. ക്ലോക്ക് വൈസ് കറങ്ങും, ഈ സാധനം ഇങ്ങനെ കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പോണൻ്റ് ഇങ്ങനെ ഉണ്ടാവും, ഒരു കമ്പോണൻ്റ് ഇങ്ങനെ അലോങ് ദി റേഡിയസ് ഉണ്ടാവും. ഈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കമ്പോണൻ്റാണ് മക്കളെ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ അല്ലടാ. ആ കാണുന്നതല്ലേ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ അല്ലേ, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ക്ലാസിക്കൽ ഇക്വേഷൻ മക്കൾക്ക് അറിയുന്ന എന്താണ്, v²/r എന്നാണ് അല്ലേ. അപ്പോൾ ഈ കമ്പോണൻ്റ് കിട്ടിയാൽ അതേ = v²/r എന്ന് കൊടുക്കുകയാണെങ്കിൽ r നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് നമുക്ക് v കണ്ടുപിടിച്ചൂടെ, അത്രേ ഉള്ളൂ. പരിപാടി തീർന്നു മക്കളെ, പരിപാടി തീർന്നു. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്താ, അപ്പോൾ ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റി വരയ്ക്കുന്നു. ഓക്കെ, ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മാറ്റി വരയ്ക്കുന്നു. ഓക്കെ, വരയ്ക്കാൻ ഞാൻ ഭയങ്കര പ്രശ്നം ഞാൻ. ഓക്കെ, ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്ത് കമ്പോണൻ്റ്, ഇത് എ ആണെങ്കിൽ ഇതെന്ത് കമ്പോണൻ്റ് മക്കളെ, അതിൻ്റെ എ cos θ കമ്പോണൻറ്റ് അല്ലേ. എ cos θ ആണ് ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അപ്പോൾ എ cos θ എന്ന് പറഞ്ഞാൽ എന്താ, a√3/2. എ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ, അതാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഫോർമാറ്റിൽ എന്താ, v²/r. സിമ്പിളായിട്ട് ചെയ്തൂടെ. അപ്പോൾ 15 cos 30 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്ത √3/2 എന്ന് പറയുന്ന സാധനമാണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, v²/2.5. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ. ഇനി മാത്തമാറ്റിക്സ് ചെയ്യാനുള്ളൂ. വെട്ടി 7.5. അപ്പോൾ ബേസിക്കലി എന്താ, 7.5 × 2.5 × 1.73 = എത്ര മക്കളെ, v². ഓക്കെ, കുറച്ച് ബാഡ് മാത്തമാറ്റിക്സ് ആണ് ചെയ്യാം. 75 25 5 2 37 0 1 1 5 5 7 8 18.75 × 1.73 is my v². 18.75 × 1.73 എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടാവും, എത്രയാണ്, ഒരു 2 ക്ലോസ് ആണെങ്കിൽ 36 above 36 സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ഉണ്ടാവില്ലടാ. മൾട്ടിപ്ലൈ ചെയ്യാം. 1875 173 ഉണ്ടേടാ
5 1 2 2 6 2 5 5 3 2 5 5 1 6 3 5 7 8 1. അപ്പോൾ 5 7 8 8 3 1 4 1 2 1 3 3 point something 32 point something അല്ലേ 32 point something. സോ 32.4 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ 32.4 എന്ന് പറഞ്ഞാൽ എന്ത് എത്തിയിട്ടില്ല, 6 എത്തിയില്ല. 6 × 6 ആണ് 36. എന്നാൽ 5 × 5 25. അപ്പോൾ ഇത് 5 point something ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും 5 അല്ല, എന്തായാലും 4.5 അല്ല, എന്തായാലും 6.2 അല്ല. യുവർ ആൻസർ ഇസ് വാട്ട് 5.7. ഇങ്ങനത്തെ ഉഡായിപ്പ് മാത്തമാറ്റിക്സ് മതി. ആ ചെയ്ത പ്രോസസ്സ് മനസ്സിലായോ? ബേസിക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, എന്താണ് 32.4 ആണ് കിട്ടുന്നത്. അപ്പോൾ 32.4 ആണെങ്കിൽ തന്നെ എന്താണ് മക്കളെ 6 × 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും 6.2 എന്ന് പറഞ്ഞാൽ പൊട്ടത്തരമായിരിക്കും. 5 × 5 എന്ന് പറഞ്ഞാൽ 25. എന്നാൽ 25 എന്നിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് സാധനം കിടക്കുന്നത്. സോ ആൻസർ ഇസ് വാട്ട് 5.7. മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അത് കിട്ടും. ഓക്കെ അല്ലേ, പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? അപ്പോൾ ആകെ കൺസെപ്റ്റ് എന്തായിരുന്നു, ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കമ്പോണന്റ് ആണ്. അതാണ് v²/r എന്ന് ചെയ്തു, മാത്തമാറ്റിക്സ് ചെയ്തു. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? Moving on to the next question. A particle moves in a circle of radius 5 cm with constant speed and time period of 0.2 pi seconds. The acceleration of the particle is constant speed ആണ്. കോൺസ്റ്റൻറ്റ് സ്പീഡുള്ള സർക്കുലർ മോഷൻ സ്റ്റൈലാക്കി വിളിക്കുന്ന പേരാണ് മക്കളെ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ എന്ത് ആക്സലേഷൻ ഇല്ല, ടാൻജൻഷ്യലി ആക്സലേഷൻ ഇല്ല. അപ്പോൾ നേരത്തെ ക്വസ്റ്റിനെ മാതിരി ആക്സലേഷൻ ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ ഉണ്ടാവില്ല, ടാൻജൻഷ്യൽ ആക്സലേഷൻ ഇല്ല. ആകെ ഏത് ആക്സലേഷൻ മാത്രമേ ഉള്ളൂ, സെൻട്രിപിറ്റൽ ആക്സലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സെൻട്രിപിറ്റൽ ആക്സലേഷൻ മാത്രം. ആ സെൻട്രിപിറ്റൽ ആക്സലേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലേഷൻ നമുക്ക് ടി ഒക്കെ തരികയാണെങ്കിൽ സെൻട്രിപിറ്റൽ ആക്ഷൻ ഓഫ് ഇക്വേഷൻസ് എന്തൊക്കെയാണ് മക്കളെ, v²/r എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. വേറെ ഇക്വേഷൻ ഉണ്ട് മക്കളെ, ω²r എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അത് കൊടുത്തൂടെ, നമുക്ക് എങ്ങനെ കൊടുത്തൂടെ? കാരണം ഒമേഗനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ടൈം പീരിയഡിൻ്റെ ബേസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ω = എന്താ 2π/T എന്നാണ്. ഇവിടെ കൊടുത്തൂടെ? കൊടുക്കാം. നമുക്ക് തന്നിട്ടുള്ള ω/T എത്ര തന്നിട്ടുള്ള 0.2 pi seconds അതാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇക്വൽ ടു 2π / 0.2 pi. ഓക്കെ മക്കൾ മനസ്സിലാകുന്നുണ്ടാ? ഉണ്ടോടാ, 2π / ടൈം പീരീഡ് ചെയ്താണിത്. പൈ പോയി ഇത് 10 ടൈംസ് വെട്ടി. ഒമേഗ എത്ര മക്കളെ 10. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ A = 10² ഇൻറ്റു റേഡിയസ് എത്ര തന്നിട്ടില്ലടാ 5 cm. 5 × 10⁻². അപ്പോൾ 10² 10⁻² വെട്ടി. യുവർ ആൻസർ ഇസ് വാട്ട് 5 m/s². പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? വളരെ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ റൺസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓൺ എ സർക്കുലർ, വീണ്ടും കോൺസ്റ്റന്റ് സ്പീഡാണ്, കോൺസ്റ്റന്റ് സ്പീഡ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 100 meter, taking 62.8 seconds for every circular lap. The average velocity and average speed for each circular lap respectively is. ശ്രദ്ധിച്ച് കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ ടൈം. ഒരു സർക്കുലർ ലാപ്പ് കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. ഇവിടെ നിന്ന് തുടങ്ങി കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 0. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം, ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും, 0 ആയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയം പാടാം, സംശയം മണ്ട പൊളിയും. കാരണം എന്താ, ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ ടൈം ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇനി അടുത്തെന്താ, ആവറേജ് സ്പീഡ് ഫോർ ഈച്ച് സർക്കുലർ ലാപ്പ് ഈസ്. ആവറേജ് സ്പീഡിന്റെ ക്ലാസിക്കൽ ഇക്വേഷൻ മക്കളെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടൈം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു സർക്കുലർ ലാപ്പിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര മക്കളെ, 2πr. അപ്പോൾ 2πr മക്കളെ മനസ്സിലാവുന്നുണ്ടോ, 2πr. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 2 × π 3.14 × r. റേഡിയസ് എത്ര തന്നിട്ടുള്ളത്, 100 meter. 100 ഡിവൈഡ് ബൈ ടൈം എത്ര തന്നിട്ടുള്ളത്, 62.8. മാത്തമാറ്റിക്സ് മുകളിൽ ചെയ്ത് 100 × 3.14 എത്രയാവുന്നു, 314 ആവുന്നു. 314 × 2 എത്ര ആവുന്നു, 628 ആവുന്നു. സോ ഇറ്റ് ഈസ് 628 ഡിവൈഡഡ് ബൈ എത്ര മക്കളെ, 62.8 എന്ന് വെച്ചാൽ എത്രയാ, 10. സോ 10 m/s ആണ് എന്ത് നമ്മളെ ആവറേജ് സ്പീഡ്. അപ്പോൾ ആൻസർ ചെയ്താ ഓപ്ഷൻ ബി. മക്കളെ ഇങ്ങനെ നീറ്റ് കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇല്ല. ഇനിയെങ്കിലും എൻ്റെ മക്കൾ ശീലമാക്കുക. ഓപ്ഷൻസ് ഒന്ന് നോക്ക്. നമ്മളൊരു 10 സെക്കൻഡ് തരുമോ എന്നുള്ള സീരീസ് എൻ്റെ മക്കൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു തുടങ്ങുക. ഒരുപാട് ടെക്നിക്സ് അതിൽ പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസും ടെക്നിക്സും നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കുട്ടിക്ക് ഒരു ചെറിയൊരു കൺസെപ്റ്റുള്ള കുട്ടിക്ക് അറിയാം ആവറേജ് വെലോസിറ്റി എന്ത് ആയേ പറ്റൂ, 0 ആയേ പറ്റൂ. കാരണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പോൾ ആവറേജ് വെലോസിറ്റി 0 എന്ന് പറയുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ ഇതും എന്തായാലും അല്ല, ഇതും എന്തായാലും അല്ല.
ഈ ഒന്നാമത്തെ ഓപ്ഷൻ്റെ പ്രശ്നം എന്താ? ആവറേജ് സ്പീഡും 0 എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടത്തെറ്റാ അല്ലേ? ഭയങ്കര തെറ്റാ അത്. എന്തുകൊണ്ട് ഭയങ്കര തെറ്റാണ്? കാരണം ഒരു ബോഡി അനങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഡിസ്റ്റൻസ് ഉണ്ട്. എന്തായാലും ടോട്ടൽ ഡിസ്റ്റൻസ് എന്നുള്ള സാധനം ന്യൂമറേറ്ററിൽ വരും. ആർക്ക്? ആവറേജ് സ്പീഡിന്. ഇപ്പോൾ ഒരു ബോഡി അനങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോയാലും എന്ത് സംഭവിക്കും? ആവറേജ് സ്പീഡുള്ള സാധനം വിൽ ബി എ നോൺ സീറോ നമ്പർ. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഒരിക്കലും 0 ആവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതും തെറ്റാണ്. സോ ഒൺലി റിമൈനിങ് ഓപ്ഷൻസ് ഓപ്ഷൻ ബി. അപ്പോൾ ആ കുട്ടി 2 സെക്കൻഡ് ഈ ഉത്തരം കുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ശീലമാക്കുക. ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഓക്കെ അല്ലേടാ? ഞാൻ മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ ഞാൻ പറയട്ടെ, ഇതിൽ ഒരുപാട് ഏരിയാസ് ഇനിയുണ്ട്. ഓക്കെ, നമ്മൾ നല്ല പ്രീവിയസിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗത്തിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്പെഷ്യൽ കണ്ടീഷൻ, സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ടോപ്പ് ക്ലാസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മക്കളെ. ഓക്കെ, ദി ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് ദി മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ആർ ഈക്വൽ. ഓക്കെ, റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ആണ്, ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ്, മക്കൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? u² sin 2θ ഡിവൈഡ് ബൈ 2g. ഇത് എന്തിനോട് ഡിവൈഡ് ബൈ g? ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞത്? എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? u² sin² θ ഡിവൈഡ് ബൈ 2g ഈക്വൽ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്ത്? വളരെ സിമ്പിളായിട്ട് മാത്തമാറ്റിക്സ് ചെയ്യുന്നു. u² പോയി g പോയി. ഈ sin 2θ അടിപൊളിയായിട്ട് ഞാൻ എങ്ങനെ എഴുതുന്നു? 2 sin θ cos θ ഈസ് ഈക്വൽ ടു എന്താണ്? sin² θ ഡിവൈഡ് ബൈ 2. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും പാടില്ല. ഇവിടുത്തെ ഒരു sin² θ, ഒരു sin θയും വെട്ടിപ്പോയി. പെർഫെക്റ്റ് ഓൾറൈറ്റ് ആയിട്ടില്ലേ? വെട്ടിപ്പോയി. നോക്കിക്കേ, ഈ മച്ചാൻ ഇങ്ങോട്ട് വന്നു, ഇവൻ ഇങ്ങോട്ട് പോയി. അപ്പോൾ എന്ത് വരുന്നു? 4 ഈസ് ഈക്വൽ ടു എന്തായി? tan θ അല്ലേ? ഇവിടെ ഒരു sin θ ബൈ cos θ tan θ. അപ്പോൾ θ ഈസ് ഈക്വൽ ടു എന്തായി മക്കളെ? tan ഇൻവേഴ്സ് 4 എന്നായി മാറി. മക്കളെ കുറച്ചൊരു നീറ്റ് പഠിച്ച, കുറച്ചൊരു എന്താ പറയുക ഡെപ്തിൽ പഠിച്ചൊരു കുട്ടിക്ക് വേറെ ക്ലാസിക്കൽ ഇക്വേഷൻ അറിയാം. എന്താ ക്ലാസിക്കൽ ഇക്വേഷൻ? r ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? r അല്ല, r tan θ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? 4h എന്നുള്ള ഇക്വേഷൻ കുട്ടിക്ക് അറിയാം. ഇതൊരു എന്താ പറയുക ഡിറൈവ്ഡ് ഇക്വേഷനാണ്. ഓക്കെ, r tan θ ഈസ് ഈക്വൽ ടു 4h എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ ക്വസ്റ്റിനിൽ നിന്ന് ആറും ഹെച്ചും ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു r tan θ ഈസ് ഈക്വൽ ടു 4 × r. രണ്ടാളും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 6 പോയി. θ ഈസ് ഈക്വൽ ടു എത്ര മക്കളെ? tan ഇൻവേഴ്സ് 4. അപ്പോൾ ഈ റിലേഷനും പഠിച്ചു വെക്കാം. ഒരു യൂസ്ഫുൾ റിലേഷൻ ഏത് സാധനത്തിനും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ മക്കളെ, മോഷൻ ഇൻ എ പ്ലെയിനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി നല്ല ടോപ്പ് ക്ലാസ്, നല്ല കൺസെപ്റ്റ് കുറച്ച് സ്ട്രോങ് ആവുന്ന കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ് വേണം, എന്ത് വിധത്തിലുള്ള ഹെൽപ്പ് ചെയ്യാനും കംപ്ലീറ്റ്ലി നമ്മൾ റെഡിയാണ്. നിങ്ങൾ ദയവ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയുക. സോ അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ ആക്കിഫ് നാസിക് സൈനിങ് ഓഫ്. ബൈ.